ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങുമായിട്ടാണ്. അപ്പോൾ 1 മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഒരു സിമ്പിൾ ഫ്രോക്കാണ്. ഏത് തുടക്കക്കാർക്കായാലും പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റിയൊരു ഫ്രോക്കാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതാ 2 പീസ് ക്ലോത്താണ് എടുത്ത് വെച്ചിട്ടുള്ളത്. വീതി ഇതിൻ്റെ 28 ഇഞ്ച് വീതിയും 18.5 ഇഞ്ച് നീളമുള്ള 2 പീസാണ്. 28 ഇഞ്ച് വീതി 18.5 ഇഞ്ച് നീളവും. ഇതാ ഇനി നമുക്കതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2.5 ഇഞ്ചിൽ ഫുള്ളായിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. അതൊരു ലൈനായിട്ട് വരച്ചെടുക്കുക. നമുക്കിന്നിട്ട് ഇതാ ആ വരച്ചതിൽ നിന്ന് ഇങ്ങോട്ട് ആ 2.5 ഇഞ്ചിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. എന്നിട്ട് നമുക്കത് ഇതുപോലെ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ താഴെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുക്കുക. മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1/4 ഇഞ്ച് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസിലും അതുപോലെ ചെയ്യുക. 2 പീസിലും അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാ അപ്പോൾ ഞാനിത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് അതിൽ വന്ന് ഒരു 1/2 ഇഞ്ചിൽ ഇതുപോലെ ഇങ്ങനെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ 1/2 ഇഞ്ചിൽ ഇങ്ങനെ ഒരു വരച്ചെടുക്കുക. നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇങ്ങനെ ഒരു ഇതുപോലെ വരച്ചതിൻ്റെ ഫുള്ളായിട്ടൊരു ലൈൻ വരച്ചെടുക്കുക. ഇപ്പോൾ ലൈൻ വരച്ചെടുക്കുക. അപ്പോൾ 1/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ടണത്. അതിന് ഞാൻ 1/2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് കൊടുത്തത്. അപ്പോൾ 2 പീസിലും അതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അത് തയ്ച്ച് കൊണ്ടുവരാം. എന്താ ആ ഭാഗത്ത് പോലെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാം. അതിന് ഇലാസ്റ്റിക്കിൻ്റെ നീളവും 10 ഇഞ്ചാണ്. 10 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 1/4 ഇഞ്ച് വീതിയുടെ ഇലാസ്റ്റിക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പിന്നെടുത്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ 2 പീസിലും ചെയ്തെടുക്കുക. 2 പീസിലും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ അറ്റങ്ങൾ ഞാനിപ്പോൾ പിന്ന് കുത്തി കൊടുത്തതാണ്. ആ അറ്റങ്ങൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 പീസിലും അതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതതുപോലെ ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ സെൻറ്റർ മടക്കിയിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഇത് സെൻറ്റർ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ സെൻറ്ററിൽ നിന്ന് നമുക്ക് 2 സൈഡിലേക്കും 2 ഇഞ്ച് വീതം അളവെടുത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡിലേക്കും 2 ഇഞ്ച് വീതം. അതുപോലെ തന്നെ നമ്മൾ 2 പീസിലും ചെയ്തെടുക്കുക. രണ്ട് പീസിൽ ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ 2ലും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് 2 സ്ട്രാപ്പ് വേണം. അതിൻ്റെ നീളം എന്ന് പറയണത് 9.5 ഇഞ്ചും വീതി ഒരു 3 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് രണ്ടും ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ മടക്കിയിട്ട് അരികു ഭാഗത്ത് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
2 പീസ് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പിന്നെടുത്തിട്ട് നമുക്ക് അത് മറിച്ചെടുക്കാം. പിന്നെ എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഇട്ടിട്ട് നമുക്ക് മറിച്ചെടുക്കാം. ഇതുപോലെ മറിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിൽ സെൻട്രലിലേക്കാക്കി വരുന്ന പോലത്തിൽ ഞാൻ അയൺ ചെയ്ത് വെച്ചതാണിത്. ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം നമുക്ക് ഉൾവശത്തേക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ആ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലും നമ്മൾ 2 ഇഞ്ച് വീതം എടുത്തില്ലേ, ആ 2 ഇഞ്ചിൽ ഓരോരോ ഭാഗത്തും വെച്ച് കൊടുക്കുക. പിൻകുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ 2 സ്ട്രാപ്പും ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി അവിടെ നന്നായിട്ട് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല, അതിൻ്റെ മറിച്ചിട്ടിട്ട് 2 അരികു ഭാഗങ്ങളും കൂട്ടി തയ്ക്കാനും താഴ്ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് തയ്ക്കാനും തന്നെ ഉള്ളൂ. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.